ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരണോ അതോ ഇങ്ങോട്ട് വരുന്നോ? എനിക്ക് മതി. എനിക്ക് മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഇതും കൂടി കഴിക്കണം. ശക്തി വേണ്ടേ? എനിക്ക് മതി എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും നേരം ഞാൻ മര്യാദക്ക് പറഞ്ഞു. പണ്ട് ചെറുപ്പത്തി എനിക്ക് ചോറ് വേണ്ടാന്ന് പറയുമ്പോ അപ്പം വടി എടുക്കുമായിരുന്നു. അത് സ്നേഹം കൊണ്ടല്ലേ മക്കളെ? അതേ സ്നേഹത്തോടെ ഞാൻ വടി എടുക്കണോ അതോ അപ്പം ചോറ് കഴിക്കുന്നോ? അങ്ങനെ നല്ല കുട്ടിയായിട്ട് പറയണം. ഇതങ്ങോട്ട് കഴിച്ചേ. അത്രേ ഉള്ളു കാര്യം. നീ എന്റെ അടുത്ത് പ്രതികാരം തീക്കാണല്ലടാ പ്രതികാരദാഹി. അങ്ങനൊന്നും അല്ല. ചെറുപ്പത്തി അപ്പൻ എനിക്ക് ചെയ്തു തന്നതല്ല ഞാൻ അപ്പന് തിരിച്ചു ചെയ്തു തരുന്നു. അങ്ങനാണോ? ഞാൻ ചെറുപ്പത്തിൽ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയായിരുന്നു. നീ എങ്ങാനും എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുവാടാ. അങ്ങനൊന്നും ഞാൻ ചെയ്യത്തില്ല. നല്ല മോൻ. അവളൊക്കെ ഭയങ്കര റേറ്റാ. ബുദ്ധിമുട്ടിയായാലും ഞാൻ എന്റെ അപ്പനെ നോക്കും. അപ്പൻ എന്റെ അപ്പനായിട്ട് ജനിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. അങ്ങനെ ഭാഗ്യമായിട്ടാണോടാ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഈ അപ്പനൊരു അപ്പനും കൂടുതൽ ചോദിച്ചാൽ നീ തരാത്തത്? അപ്പാ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വാശി പിടിക്കരുത്. വാ ആനപ്പുറത്ത് കയറ്. ഇതെല്ലാം അപ്പന്റെ നല്ല പ്രായത്തിൽ എനിക്ക് ചെയ്തു തന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ അപ്പനെ ചെയ്തു തരുന്നത്. നീ എനിക്ക് ചെയ്തു തരുന്നത്. നിന്റെ നല്ല പ്രായത്തിൽ നിനക്ക് എന്തോരം പലഹാരങ്ങൾ ഞാൻ നിനക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടാണോടാ എനിക്ക് കട്ടൻ ചായ അല്പം മധുരം പോലും സമ്മതിക്കൂലെന്ന്? അതപ്പ ഇച്ചിരി കൂടെ കാലം ജീവിച്ചിരിക്കണോന്ന് കാണണോന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ എന്റെ അപ്പ. ഞാൻ കൊണ്ട് അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെൻഷൻ കാശ് നീ എനിക്കൊന്ന് കടിയോടാനെങ്കിലും കൊണ്ടുവരത്തില്ലായിരുന്നു. അത് പിന്നെ അപ്പനെ നോക്കുമ്പോ ചെലവൊക്കെ ആവത്തില്ലേ? അപ്പന് കാര്യം പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് അപ്പൻ അറിയാലോ. എനിക്ക് പണിക്കോയി കൂടെ? അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞാൻ അപ്പനെ നോക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് അത് തല്ലി പൊളിച്ച് കളയരുത്. ഞാൻ ഇവിടെ നിന്നോട്ടെ. നീ ഈ പോക്കാണെങ്കിൽ മിക്കവാറും നീ എന്നെ കുളിപ്പിച്ച് സ്കൂളിലും കൂടെ വിടും. ഇനി അതും കൂടെ ഉള്ളു ചെയ്യാൻ ബാക്കിയായിട്ട്. അപ്പം 10ാം ക്ലാസ് അല്ലേ? അപ്പനെ +2 ഈവനിങ് ക്ലാസ്സിൽ വിട്ടാലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു. പറയണ്ടായിരുന്നു. ഞാൻ എംഎൽഎത്തിൽ ഒന്ന് മരിച്ചോട്ട് നീയായിട്ട് എന്നെ കൊല്ലല്ലേ? എന്തിനാ അപ്പം മരിക്കുന്ന കാര്യം പറയുന്നേ? എന്തിനാ അപ്പ പറയുന്നേ? തള്ളിക്കൊല്ലോടാ നീട്ട്. അപ്പൻ ഇനി എന്നാ വേണം? ഇത്തിരി മനസ്സമാനം തന്നിരുന്നെങ്കിൽ ഞാൻ ആ മൂലക്കെങ്ങാനും പോയി ഒതുങ്ങിയിരുന്നേനെ. ഇത്തിരി അല്ലല്ലോ, ഇനി അങ്ങോട്ട് മൊത്തം സമാധാനമല്ലേ? അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ചെറുക്കന്മാര് സ്വന്തം അപ്പന് ടച്ച് ഫോൺ മേടിച്ചു കൊടുക്കുവോ? പക്ഷെ ഞാൻ മേടിച്ചു തന്നില്ലേ? തന്ന്. ഇനിയുള്ള കാര്യം ഞാനും അപ്പൻ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കും. അപ്പൊ എന്റെ പെൻഷൻ കാര്യത്തിൽ ഒരു കാര്യമായി. അപ്പാ മണ്ടക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം ഒരു മുട്ടുണ്ടുടി വെട്ടുന്നൊരു തടയുണ്ടത് ചൊല്ലിപ്പടി തല്ലിപ്പടി പാടം തിത്തക്കിട 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 തിത്താ കൊച്ചൊരു കൊച്ച് കൊച്ചൊരു ചക്ക ചക്കേലിനി ചക്കന്തിരി ചക്കപ്പടിയേ. നിങ്ങൾ മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ. നിങ്ങൾ അവിടെ എന്തോന്ന് എടുത്തോണ്ടിരിക്കണേ? ഹലോ. ഞാനെല്ലാം അറിഞ്ഞേ. ഇന്ന് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഈ മുറ്റത്തിന് ഞാൻ വരൂല. എന്റെ പൊന്നു ചേച്ചി, ഞാൻ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. നിങ്ങളൊന്ന് വയ്ക്കോ? ഒന്നാമത് എനിക്ക് തലവേദന, എന്റെ ഇടയിൽ കൂടെയാണ് ഓരോ വയ്യാവലി. നിങ്ങൾ മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ. നീ എന്താ ഇവിടെ കിടന്ന് കലി കൊള്ളുന്നത്? കലി വരുമ്പോ കലി തുള്ളാനല്ലാതെ ഓട്ടം തുള്ളാൻ എന്നെ കൊണ്ട് അറിഞ്ഞൂടാ. അത് പറ, ഞാൻ പഠിപ്പിച്ചു തരാം. ഓട്ടം തുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കേരിക്കരുതേ. എടി, ഓട്ടലും തുള്ളലെന്ന് പറയുമ്പോ ആദ്യം ഇങ്ങോട്ട് പിടിക്കാം ഒരു കുലുക്കം, പിന്നെ ഇങ്ങോട്ട് പിടിക്കാം ഒരു കുലം. അത്രേ ഉള്ളൂ. മനുഷ്യ, ഞാനിവിടെ ശമര നെല്ലിപ്പല കണ്ടിട്ട് നിൽക്കുകയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു ആ നെല്ലിപ്പലക? ഒറ്റ കീറി ഞാൻ വെച്ച. എനിക്ക് ദേശം വന്ന ഭർത്താവൊന്നുമില്ല, ആരൊന്നുമില്ല. നിങ്ങൾക്ക് യവക്കടെ പേരറിയാവോ? യവക്കടെ പേര് ക്ഷമ. ഒരു ക്ഷമയില്ലാത്തവളാണ്. എടി ക്ഷമ, നീ കാര്യം എന്താണെന്ന് പറ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അത് ചൂട് കൂടിയത് കൊണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യ്, നീ പുറത്തിറങ്ങുമ്പോ സൺസ്ക്രീൻ മേടിച്ചിട്ടോണ്ടങ്ങ് പൊക്കോ. അതല്ലെന്ന്, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കയറിയിരിക്കണ അപ്പനില്ലേ, അങ്ങേരെ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നീ എന്തിനാ ഈ വീട്ടിൽ ഇരിക്കുന്ന അപ്പനെ കൊണ്ട് പുറത്തോട്ട് പോകുന്നത്? നിങ്ങളെ അപ്പനെ കൊണ്ട് പുറത്തോണ്ട കാര്യമാണോ മനുഷ്യൻ ഞാൻ പറഞ്ഞത്? നിങ്ങളെ അപ്പൻ എന്നെ നാണം കെടുത്തി. അപ്പൻ നിന്നെ നാണം കെടുത്തി? എത്ര കാലം കൊണ്ട് ഞാൻ ശ്രമിക്കുന്ന ആ പരിപാടിയാണ് എന്റെ അപ്പം പുഷ്പം പറിച്ചു ചെയ്തത്. ഇന്ന് അപ്പൻ എന്തായാലും മേടിച്ചു കൊടുക്കണം.
എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് നാണക്കേട് എന്നെ. എന്ത് നാണക്കേട്? നാണക്കേട്. ഈ ഒട്ടും നാണമില്ലാത്ത ഇങ്ങേർക്ക് ഇത്രയും നാണക്കേട് തോന്നണം. അപ്പൊ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ സ്റ്റാറ്റസ്, എന്റെ കോണ്ടാക്ട്സ്, എന്റെ പ്രൈവസി. സ്റ്റാറ്റസും കോണ്ടാക്ട്സും പ്രൈവസിയും കൊണ്ടുവന്ന് നീ എന്നെ വാട്സപ്പാണോ? എടി ഞാൻ ഇനി എങ്ങനെ 10 പേരുടെ മുഖത്ത് നോക്കും? അതിനൊരു വഴിയുണ്ട്. 9 പേരുടെ മുഖത്ത് നോക്കിയിട്ട് 10ാമത്തെ ആളെ കാണുമ്പോ കണ്ണടച്ചങ്ങ് പോയാ. ക്ഷമേ, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അപ്പനെ വിളിക്കും മനുഷ്യ. അപ്പാ, അപ്പാ, അപ്പാ. എന്താടാ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാത്ത? ഉറങ്ങി വരെയായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ കിടന്നങ്ങ് വിളിച്ചിരിക്കണേ. എന്തൊരു പ്രശ്നം എന്തിന്? ബാക്കിയുള്ളവർ ഉറക്കം കളയട്ടാണോ അപ്പാ നിങ്ങളുടെ ഈ ഉറക്കം? ഞാനിപ്പോ നിന്നെ എന്താ കിടത്തി ഉറക്കണോ? അപ്പൻ എന്തോ കാണിച്ചത്? ഞാൻ ഒന്നും കാണിച്ചില്ല. മര്യാദയ്ക്ക് ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കും മനുഷ്യ അങ്ങോട്ട്. അപ്പ എന്തിനാണ് ഇന്നലെ കുളിക്കാൻ പോയപ്പോ ബാത്റൂമിൽ ഫോണും കൊണ്ടുപോയത്? അത് ഞാൻ ഇന്നലെ പുലർച്ചയ്ക്ക് കുളിക്കാൻ പോയപ്പോ ഈ കറണ്ട് അങ്ങ് പോയി. അപ്പൊ എവൻ മേടിച്ചെന്ന ഫോണിൽ ടോർച്ച് ഉണ്ടായിരുന്നു. ആ ടോർച്ച് പിടിച്ച് ഞെക്കിയിട്ട് ഞാൻ അങ്ങ് കുളിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ടോർച്ച് ആണക്കി കുളിച്ചില്ലേ? അതിന്റെ കൂട്ടത്തിൽ വാട്സപ്പിലെ ക്യാമറ ഓണായി. അപ്പന്റെ കുളി നമ്മളെ വാട്സപ്പിലെ ഫാമിലി ഗ്രൂപ്പിൽ ചെന്നു. എല്ലാരും കുളി കണ്ടോ? വളരെ മോശമായി. അയ്യോ, ഞാനിന്ന് എങ്ങനെ നാട്ടുകാരുടെ മുഖത്തൊക്കെ നോക്കും? കണ്ടോടി, എന്റെ അപ്പന് കുറ്റബോധം തോന്നുന്ന കണ്ടോടി. മോന് ഞാൻ കുളിക്കുമ്പോ പാട്ട് പാടിക്കൊണ്ടാണ് കുളിക്കുന്നത്. എന്റെ പാട്ട് എല്ലാരും കേട്ട് കാണും. ശ്രുതിയും പിച്ചും ഒന്നും ശരിയല്ലായിരുന്നു. ഇനി എല്ലാരും പറയും എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല. ശ്രുതിയും പിച്ചും ശരിയാക്കിയില്ലെങ്കിലും സംഗതി ഒത്തില്ലേ അപ്പ? അതൊത്തിട്ടുണ്ട്, അതൊത്ത്. എന്റെ പൊന്നപ്പ, അപ്പന്റെ പാട്ട് നാട്ടുകാർ കേട്ടതാണോ ഇവിടെ ഇത്ര വലിയ കുഴപ്പം? അപ്പക്കടുത്ത് നീരാടിയത് എല്ലാരും കണ്ടില്ലേ? കണ്ടോ? കണ്ട്. ഭാഗ്യം. എടി, ആ കട്ടപ്പനല്ലേ കുട്ടിച്ചൻ കണ്ടായിരുന്നു? അങ്ങനെയാണ് കണ്ടിട്ട് ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞേ. മഹാഭാഗ്യം. ഞാൻ കുളിക്കൂല കുളിക്കൂല നീ നാട് മൊത്തം പരത്തിയ ആളാണ്. ഇപ്പൊ എന്റെ ആ ചീത്ത പേര് മാറി കിട്ടിയേ. സന്തോഷം. അപ്പ എന്റെ നിലവില അപ്പൻ അറിയാമോ? അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇയാളെ പറഞ്ഞാ മതി. എടോ, ഈ വയസ്സാം കാലത്ത് ചങ്കും മത്തങ്ങ അറിയാത്ത ഇങ്ങർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞെക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തൂടെ? ഞെക്ക് ഫോണോ? ഞെക്കണ ഫോൺ ഞെക്ക് ഫോൺ, ടച്ചണ ഫോൺ ടച്ച് ഫോൺ. അതാണ് യവക്കട നിലയും വിലയും. എടി, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എനിക്ക് എന്റെ അപ്പനെ കാണാനാണ് ഞാൻ ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോ അപ്പനെ കണ്ടത് നാട്ടുകാർ. മക്കള്, അപ്പൊ ഈ ഫോൺ അത്ര പരിചയമൊന്നുമില്ല മക്കള്. പരിചയപ്പെടാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വന്നേക്കല്ല കൊണ്ട് കളഞ്ഞ്. അത് നമ്മള് സൂക്ഷിച്ച് കണ്ടുപയോഗിക്കണം. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളൂ. എന്തോന്നു? നിന്റെ നാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. മക്കളെ, എനിക്ക് ഈ ഫോണിനെ കുറിച്ചൊന്നും അറിയില്ല. നിന്റെ കൂടെ ഉള്ളവർക്ക് പോലും ഇതിനെ പറ്റി ഒരു ധാരണയും ഇല്ല. അറിയാൻ പാടില്ലെങ്കിൽ അത് തന്ന ആളെ തന്നെ തിരിച്ചു കൊടുക്കണമായിരുന്നു. അപ്പൊ ഈ സൊസൈറ്റിയിൽ എന്റെ സ്റ്റാറ്റസ് അപ്പൻ അറിയാമോ? നിന്റെ സ്റ്റാറ്റസ് എങ്ങനെ അപ്പം കാണും? അത് നീ ആദ്യം അപ്പന്റെ നമ്പർ സേവ് ചെയ്യണം. ഞാൻ പോലും യവക്കളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല. നീ എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്യും. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കും. ഇങ്ങനെയുണ്ട്. ആ പോന്നത് എന്റെ അപ്പനാണ്. എന്റെ അപ്പൻ എങ്ങനെ ജീവിക്കുന്നു ഞാൻ തീരുമാനിച്ചോളാം. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്പനും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ചിരി. ഞാൻ എന്റെ വീട്ടിൽ പോകണം. എനിക്ക് ആദ്യം കിട്ടിയത് എന്റെ അപ്പനെയാണ്. അത് കഴിഞ്ഞാ നിന്നെ കിട്ടിയത്. നീ പോകണ്ടേ പോടി. വലിയ കാര്യമായി ആദ്യം കിട്ടി. മക്കളെ, ഈ സാധനമാണ് എല്ലാത്തിനും കാരണം. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഇന്നാ നീ തന്നെ വെച്ച ഈ കുന്ത്രാണ്ടം എനിക്കിതൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന്. സമാധാനമായില്ലോടി നിനക്ക്? സമാധാനമായി. അപ്പ, ഇതൊക്കെ പഠിച്ചെടുക്കാന്നേ ഉള്ളൂ. ഇത് അപ്പന്റെ കൈ തന്നെ ഇരിക്കട്ടെ. കൈ നീട്ടി പറഞ്ഞ എന്റെ കൈ വച്ച് തരാനൊന്നും വേണ്ട നീ. എനിക്കിതൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന്. മക്കൾ തന്നെ ഇതൊക്കെ വെച്ചോ. മക്കൾക്കുള്ളതല്ല, എനിക്കും കൂടെ ഉള്ളതല്ലേ. പിന്നെ നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും അല്ല. ഞാൻ കുളിച്ചപ്പോഴേ തോർത്തെടുത്തോണ്ടാണ് കുളിച്ചത്. ആ ഉടുത്തു കുളിച്ച തോർത്തൊന്ന് കാണിക്കാൻ പറ. എനിക്കറിയാവല്ലോ നീ ഇത് ചോദിക്കുമെന്ന്. അതുകൊണ്ട് ആ തോർത്തെടുത്തോണ്ടാണ് ഞാൻ വന്നത്. ഈ തോർത്തിന് എന്താണ് ഒരു കുഴപ്പമെന്ന് നിങ്ങൾ നോക്കി തന്നെ പറയണം. എങ്ങനെ ഇരിക്കണം?